രാഹുൽ ഈശ്വർ ചേരുകയാണ്. രാഹുൽ ഈശ്വർ, ഒടുവിൽ തന്ത്രിക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. 2 കേസുകളിലും ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ചില നിബന്ധനകൾ കൂടി കോടതി പറയുന്നു. ശബരിമല തന്ത്രിക്ക് വലിയ വിജയമാണ്. ഇത് ഓരോ വിശ്വാസിയുടെയും വിജയമാണ്. തികച്ചും അനീതിയായിട്ട് 30 ദിവസത്തിലധികം അദ്ദേഹം ജയിലിൽ കിടക്കുകയായിരുന്നു. ഓർക്കുക, ശബരിമല പോലെ ലോകാരാധ്യമായ ഒരു ക്ഷേത്രത്തിലെ തന്ത്രിയെ 30-ലധികം ദിവസം കള്ളക്കേസിൽ പിടിച്ച് ജയിലിലിട്ടതാണ്. അതിന് കാലത്തിന്റെ തിരിച്ചടി ഉണ്ടാകും. ഓർക്കുക, അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല, ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല, വാജിവാഹനം തുടങ്ങി എത്രയെത്ര കള്ളങ്ങളാണ് പറഞ്ഞത്. ആ കള്ളങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത് ഓരോ അയ്യപ്പ വിശ്വാസിയുടെയും വിജയമാണ്. ഒന്ന് ആർക്കുക, പറയുന്നത് യാതൊരു മയവും ഇല്ലാത്ത കള്ളമാണ്. നമ്മൾക്ക് നിലപാട് ഏതുമാകാം, കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJP ആകാം. ഒന്ന് ആലോചിച്ച് നോക്കുക, ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞൊരു തന്ത്രിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നു. അയ്യപ്പന്റെ മൊഴി അവരെടുത്തിട്ടുണ്ടോ? ചുമ്മാ പറ്റിക്കല്ലേ യഥാർത്ഥത്തിൽ. രാഹുൽ ഈശ്വർ, അത് മാത്രമായിരുന്നില്ല ഈ SIT പറഞ്ഞത്. അടുത്ത അങ്ങ് പറയൂ. അടുത്ത ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല. SITക്ക് എന്തറിയാം ശബരിമലയിൽ എന്താണ്? അല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധമാണ് അത് SIT ഏറ്റവും കൂടുതലും പറഞ്ഞത്. ഫ്രണ്ട്സിനെല്ലാം ഇനി അറസ്റ്റ് ചെയ്യാൻ പോവാണോ? അതൊക്കെ കള്ളമാണ് സാർ. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുള്ള ആൾക്കാരെല്ലാം ഈ നാട്ടിൽ അറസ്റ്റ് ചെയ്യാൻ പോവാണോ? തന്ത്രിക്ക് എന്തെങ്കിലും കുറ്റം ചെയ്തു എന്ന് SITക്ക് അഭിപ്രായമുണ്ടോ? SITയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ തന്ത്രി 1 രൂപയുടെ ലാഭം ഉണ്ടാക്കി എന്നുള്ളതുണ്ടോ? 1 രൂപയുടെ ട്രാൻസാക്ഷൻ ഉണ്ടോ? എന്നിട്ട് ഓർമ്മയില്ലേ, വാജിവാഹനം കൊണ്ടുപോയി എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് വാജിവാഹനം റെയ്ഡ് ചെയ്തു. അവസാനം ഹൈക്കോടതിയുടെ പെർമിഷനോടുകൂടി. വാജിവാഹനവും SITയും തമ്മിൽ നേരിട്ട് ബന്ധമില്ല. വാജിവാഹനം മറ്റൊരു വിജിലൻസ് കേസാണ്. വാജിവാഹനവുമായി ബന്ധപ്പെട്ടല്ല തന്ത്രിയെ ഈ കേസിൽ ഉൾപ്പെടുത്തിയത്. ഈ കേസിൽ ഉൾപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധം തുടങ്ങിയ അതിനുശേഷമുള്ള കേസാണ്. വാജിവാഹനം മറ്റൊരു കേസാണ്. തീർന്നില്ല. എന്നിട്ട് അടുത്തത്, തന്ത്രി 2.5 കോടി രൂപ ഒരു സ്ഥാപനത്തിൽ കാശിട്ടിരുന്നു. അത് പൊട്ടിയിട്ടും തന്ത്രി മിണ്ടിയില്ല. അവസാനം ആ സ്ഥാപനക്കാർ തന്നെ വിളിച്ചു പറഞ്ഞു, തന്ത്രിക്ക് ഞങ്ങളുടെ അടുത്ത് യാതൊരു അക്കൗണ്ടും ഇല്ല. എത്ര കള്ളത്തരങ്ങൾ. അല്ല, ആ വാദം ഇപ്പോഴും തുടരുകയാണ്. ഈ 2 കോടിയുടെ വാദം അത് SIT ഇപ്പോഴും തുടരുകയാണ്. ആ തെളിവുകളൊക്കെ SIT ഹാജരാക്കേണ്ടി വരും. SITയുടെ റിപ്പോർട്ടിലുള്ള കാര്യമാണ് ഈ 2.5 കോടി രൂപ ഈ ധനകാര്യ സ്ഥാപനത്തിൽ. അല്ലല്ല, അങ്ങനെ പറഞ്ഞു പോരുത്. എന്ത് തെളിവാണ്? 40 വർഷം ശബരിമല തന്ത്രിയായി നിന്നൊരാൾ 2 കോടി രൂപ ഒരു സ്ഥലത്ത് അക്കൗണ്ട് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കള്ളനാണെന്നാണ് അർത്ഥം. അല്ല, അതിലൊന്നും എനിക്ക് മറ്റൊരു അഭിപ്രായമില്ല രാഹുൽ ഈശ്വർ. താങ്കൾ മറ്റൊരു തരത്തിൽ കാണേണ്ടതില്ല. ഇതൊക്കെ കോടതിയിൽ പ്രൂവ് ആവേണ്ട കാര്യമാണ്. ഇപ്പോൾ സംഭവിച്ച ഒരു കാര്യം, തന്ത്രിക്ക് 41 ദിവസത്തിന് ശേഷം ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ്. ജാമ്യം ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് പൂർണ്ണമായ ഒരു ഉത്തരവായിട്ടില്ല. ഉത്തരവിൽ എന്തൊക്കെയാണ് പറഞ്ഞത് എന്നത് കൂടി നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ അതിന്റെ പൂർണ്ണമായ ഉത്തരവ് ലഭ്യമാവുകയും ചെയ്യും. പക്ഷേ അതും അന്തിമ വിധിയല്ല. ഇതൊരു ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, താങ്കൾക്ക് പോലും തന്ത്രി ചെയ്ത ഒരു കുറ്റമെന്ന് താങ്കൾക്ക് തോന്നുന്ന കാര്യം പറയാമോ? തന്ത്രി ചെയ്തു എന്ന് താങ്കൾക്ക്, ഇത്രയും മാധ്യമ വാർത്തകൾ വായിച്ച വ്യക്തിയല്ലേ, ഇത്രയും വാർത്തകൾ. അവിടെയാണ് പ്രശ്നം. മാധ്യമ വാർത്തകൾ മാത്രമല്ല, ഇതിൽ നമുക്കറിയാമോ? കാരണം വെച്ചാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് SIT പ്രവർത്തിക്കുന്നത്. ഹൈക്കോടതിക്കാണ് SIT റിപ്പോർട്ട് നൽകുന്നത്. അതും ഓരോ ഘട്ടത്തിലും ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുന്നു. ഹൈക്കോടതി പൂർണ്ണ തൃപ്തി SITയുടെ കാര്യത്തിൽ നൽകുന്നു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് മാധ്യമങ്ങൾക്ക്, അല്ലെങ്കിൽ താങ്കൾ ഈ പറഞ്ഞതുപോലെ താങ്കൾ ഈ ബന്ധു എന്ന അർത്ഥത്തിൽ കൂടി ഞാനത് കൃത്യമായി വായിക്കാം. പേജ് നമ്പർ 81, ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ചിലെ വിധിന്യായം 119 പേജ് ഉള്ളതിലെ 81-ാം പേജിൽ കൃത്യമായി എഴുതിയിരിക്കുന്നു, തന്ത്രിയോട് അങ്ങനെ അനുമതി മേടിച്ചു അല്ലെങ്കിൽ ചോദിച്ചു എന്ന് പറയുന്നത് പച്ച കള്ളമാണ്. തന്ത്രിയെ കൊടുക്കുകയായിരുന്നു. രാഹുൽ ഈശ്വർ, ഇത് ദേവസ്വം ബെഞ്ച് പരിഗണിക്കുന്ന കേസാണ്. ദേവസ്വം ബെഞ്ചാണ് ഇത് പറയേണ്ടത്. ദേവസ്വം ബെഞ്ചിന്റെ അടിസ്ഥാനത്തിലാണ് ഈ SIT രൂപീകരിക്കപ്പെട്ടത്. SIT റിപ്പോർട്ട് നൽകുന്നത് ദേവസ്വം ബെഞ്ചിനാണ്. അത് ആ റിപ്പോർട്ട് എന്താണ് എന്ന് അവർ പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് നൽകിയതല്ല. അത് മറ്റു വിശദാംശങ്ങളുടെ ഭാഗമായി, അന്വേഷണത്തിന്റെ ഭാഗമായി ചില കാര്യങ്ങൾ പുറത്തു വരുന്നു എന്നത് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായ റിപ്പോർട്ട് പുറത്തു വരുന്നില്ല. പൂർണ്ണമായ റിപ്പോർട്ട് നൽകുന്നത് ഹൈക്കോടതിക്കാണ്. എന്തായാലും ഹൈക്കോടതി പറയുന്നത് ഇത്രയും കാലം ഈ SITക്ക് പൂർണ്ണ തൃപ്തിയാണ്. SITയുടെ അന്വേഷണത്തിൽ ഞാനിതിൽ ഏതെങ്കിലും തരത്തിൽ തന്ത്രി കുറ്റക്കാരനാണെന്ന് പറയുന്നില്ല. താങ്കൾ എന്നോട് തർക്കിക്കുന്ന കാണുമ്പോൾ എനിക്കതങ്ങനെ തോന്നുന്നു. ഞാൻ ഏതെങ്കിലും തരത്തിൽ തന്ത്രി കുറ്റക്കാരനാണെന്ന് പറഞ്ഞു. തന്ത്രി കുറ്റക്കാരനാണെന്ന് അഭിപ്രായം എനിക്കിപ്പോഴും ഇല്ല കേട്ടോ. ഏകദേശം 40 ദിവസത്തോളം കള്ളക്കേസിൽ കുടുക്കി അകത്തിടുകയായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം തന്ത്രിക്കെതിരെ ഇതുവരെ ഒരു പരാമർശങ്ങൾ പോലും ഒരു കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. ഞാൻ റൗണ്ട് ചെയ്ത് പറഞ്ഞേ ഉള്ളൂ. തന്ത്രിക്കെതിരെ ഒരു പരാമർശങ്ങളും ഇതുവരെ കോടതിയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. നേരെ മറിച്ച് പേജ് നമ്പർ 81 ജസ്റ്റിസ് ബദറുദ്ദീന്റെ വെർഡിക്റ്റിൽ
വളരെ കൃത്യമായി തന്ത്രിയോട് ചോദിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ എടുത്തു എന്ന് ദേവസ്വം ബോർഡ് പറയുന്നത് കള്ളമാണ് എന്ന് ഹൈക്കോടതിയുടെ വിധിന്യായത്തിലും എഴുതി വെച്ചിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക, തന്ത്രിയെക്കെതിരെയുള്ള ആദ്യ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്ന ഫസ്റ്റ് ചാർജ് ദേവന്റെ അയ്യപ്പന്റെ അനുമതി മേടിച്ചില്ല എന്നാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് ദൈവത്തിന്റെ അനുമതി മേടിച്ചില്ല എന്ന് പറഞ്ഞു. രണ്ടാമത്തെ ആരോപണം ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ചില്ല. SITക്ക് എങ്ങനെ അറിയാം ശബരിമലയിലെ ആചാരാനുഷ്ഠാനങ്ങൾ എങ്ങനെയാണ്? മൂന്നാമത്തേത് വാജിവാഹനം അടക്കം പല പേരിലും തന്ത്രിയെ കരിവാരിത്തേക്കാൻ ശ്രമിച്ചു. 2.5 കോടി രൂപ മധ്യ തിരുവിതാംകൂറിലെ ഒരു സ്ഥാപനത്തിൽ തന്ത്രി സമർപ്പിച്ചിരുന്നു, അതിന് പരാതി കൊടുത്തില്ല എന്ന് പറഞ്ഞ് ചെയ്യാൻ ശ്രമിച്ചു. എന്തൊക്കെ കള്ളങ്ങളായിരുന്നു. ഒരു കാര്യം കൂടെ ഇല്ല രാഹുൽ ഈശ്വർ, അതിലൊക്കെ പ്രശ്നമുണ്ട്. ഈ പറയുന്നത് ഇത് പറഞ്ഞു പോകുമ്പോൾ ആളുകൾ കേൾക്കുമ്പോൾ ആ തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് അരിഞ്ഞ വാങ്ങിയില്ല എന്ന് പറയുന്നതാണ് താങ്കൾ സൂചിപ്പിച്ചതെങ്കിൽ അത് റെക്കോർഡിക്കലി ചെയ്തില്ല എന്നതാണ് പറയുന്നത്. റെക്കോർഡിക്കലി എഴുതി കൊടുത്തില്ല എന്നതാണ്, അല്ലാതെ അയ്യപ്പന്റെ കയ്യിൽ നിന്ന് അരിഞ്ഞ വാങ്ങിച്ചില്ല എന്ന് പറഞ്ഞല്ല SIT ഈ കേസിൽ ഉൾപ്പെടുത്തിയത്. അത് ആ ഒരു വാക്ക് മാത്രമാണ്. അത് കൃത്യമായി റെക്കോർഡിക്കലി ചെയ്തില്ല എന്നതാണ് അതിൽ ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത് SIT അന്വേഷിച്ച വിഷയം താങ്കൾ ഈ പറഞ്ഞതുപോലെ നേരത്തെയും താങ്കൾ സൂചിപ്പിച്ചു ഈ വാജിവാഹനം സംബന്ധിച്ച കാര്യങ്ങളൊക്കെ. വാജിവാഹനം മറ്റൊരു കേസാണ്. വാജിവാഹനം ഇതുമായി ബന്ധപ്പെട്ട സംഭവമേ അല്ല എന്നുള്ളതിന്റെ വ്യക്തമായ അല്ല. ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ എല്ലാം കൂട്ടിക്കുഴക്കുന്നതുകൊണ്ടുള്ള പ്രശ്നമാണ്. വാജിവാഹനവും ഇതും തമ്മിൽ ബന്ധമില്ല. വാജിവാഹനം മറ്റൊരു സംഭവമല്ലേ? വാജിവാഹനം കൊടിമരവുമായി ബന്ധപ്പെട്ട മറ്റൊരു സംഭവമല്ലേ? ആ സമയത്ത് ഉള്ളത് UDF ഭരിക്കുന്ന ഒരു ഭരണസമിതിയുടെ സമയത്തുള്ള കേസല്ലേ? അത് വിജിലൻസ് മറ്റൊരു കേസായി അന്വേഷിക്കുകയല്ലേ? അത് നമ്മളിപ്പോൾ ഈ തർക്കിക്കുന്ന വിഷയം പോലുമല്ല. ഇത് തന്ത്രിയുടെ കാര്യത്തിൽ താങ്കൾ ഇപ്പോൾ പറയുന്നത് പോലെ തന്ത്രിക്ക് ഇപ്പോൾ 41 ദിവസത്തിന് ശേഷം ജാമ്യം ലഭിച്ചത് ഈ കേസിൽ സ്വാഭാവിക ജാമ്യം അല്ലാതെ ജാമ്യം ലഭിച്ച ഒരാളാണ്. ആ അർത്ഥത്തിൽ താങ്കളുടെ ഒരു പ്രതികരണം എന്ന അർത്ഥത്തിലാണ് ചോദിച്ചത്. തന്ത്രിയെ അറസ്റ്റ് ചെയ്ത് യഥാർത്ഥത്തിൽ CPMന്റെ ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ ഭാഗമായിട്ടാണ് തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. അത് പറയാനുള്ള കാരണം അതുകൊണ്ടാണ് സ്വാഭാവിക ജാമ്യം എന്ന 90 ദിവസത്തിലേക്ക് പോകാത്തത്. ബാക്കിയുള്ള പലർക്കും കിട്ടിയത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടക്കം കിട്ടിയത് സ്വാഭാവിക ജാമ്യമാണ്. ഇതുവരെ ശ്രദ്ധിക്കുക, തന്ത്രി 1 രൂപയുടെ ട്രാൻസാക്ഷൻ ഇതിൽ നടത്തിയെന്ന് SITക്ക് പോലും ആരോപണമില്ല. SITക്ക് പോലും ഇതുവരെയുള്ള ഘട്ടത്തിൽ ആരോപണമില്ല തന്ത്രി 1 രൂപയുടെ എങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയെന്ന്. തന്ത്രി എന്ന് പറയുന്ന കണ്ഠരര് രാജീവര് സ്ക്വീക്കി ക്ലീൻ ആണ്. അതായത് ഇത്രയും കാലം ഇത്രയും ക്രെഡിബിലിറ്റി ഉള്ള ഒരു മനുഷ്യനെ 40 ദിവസത്തിലധികം ജയിലിൽ പിടിച്ചിട്ടത് അന്യായമാണ്. അതിന് കാലം കണക്ക് ചോദിക്കും, അതിന് സംശയമില്ല. തന്ത്രി നിരപരാധിയാണെന്നുള്ളതിന്റെ ശക്തമായ തെളിവുകളും സൂചനകളുമാണ് അത് നൽകുന്നത്. കോടതി വിധി കൂടുതൽ വരട്ടെ, അതിനകത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ശരി രാഹുൽ ഈശ്വർ, എന്തായാലും കോടതി വിധി പൂർണ്ണമാകട്ടെ എന്ന് പറയുന്നു. അതോടൊപ്പം രാഹുൽ ഈശ്വർ പറയുന്നത് ഇത് ഈ ഇടതുപക്ഷത്തിന്റെ ഒരു കള്ളക്കളിയാണ് ഈ തരത്തിൽ ഒരു കള്ളക്കേസ് കുടുക്കിയത് എന്ന് പറയുന്നു. ഷമീർ അബ്ദുൾ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. ഷമീർ, എന്തായാലും തന്ത്രിക്ക് ഒരു ജാമ്യം ലഭിക്കുന്നത് സ്വാഭാവിക ജാമ്യം ഈ പറഞ്ഞതുപോലെ മറ്റു പലർക്കും സ്വാഭാവിക ജാമ്യം ലഭിച്ചതുപോലെയല്ല. തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഇപ്പോൾ 41 ദിവസത്തിന് ശേഷം ജാമ്യം അനുവദിക്കുകയാണ്. കൂടുതൽ അതിൽ ചില നിർദ്ദേശങ്ങൾ കൂടിയുണ്ട്. മറ്റ് ആളുകൾക്ക് നൽകിയതുപോലെ തന്നെ ഈ സാക്ഷികളെ സ്വാധീനിക്കരുത് എന്ന് തുടങ്ങിയുള്ള ചില നിർദ്ദേശങ്ങൾ കൂടി കോടതിയുടെ ഭാഗത്തുനിന്നുണ്ട്.